ഡോക്ടർ രവിരാമനും മറ്റൊരു സാമ്പത്തിക ശാസ്ത്ര ചരിത്രകാരനുമായിട്ടുള്ള തീർത്ഥങ്കർ റോയിയും ചേർന്ന് എഴുതിയിട്ടുള്ള കേരള 1956 ടു ദ പ്രസൻറ്റ് ഇന്ത്യാസ് മിറാക്കിൾ സ്റ്റേറ്റ് എന്നതാണ് ഈ പുസ്തകം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഹ്രസ്വമായ അരമണിക്കൂർ സമയം നമുക്കുള്ളൂ. ആ അരമണിക്കൂറിൽ അവസാനത്തെ ഒരു 5-6 മിനിറ്റ് നിങ്ങൾക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമായിട്ട് അനുവദിക്കാമെന്ന് കരുതാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ ഇതിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ രവിരാമൻ കേരളത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ കേരള ആസൂത്രണ ബോർഡ് അംഗമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ നയരൂപീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പുസ്തകം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ചർച്ച തുടങ്ങാൻ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹത്തോട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനും നമുക്ക് തന്നെ അതിൽ ഇടപെടുന്നതിനും സഹായകമാകുന്ന രീതിയിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് ഒരു 2-3 മിനിറ്റ് എടുത്ത് ആദ്യം ഒന്ന് പറഞ്ഞാൽ അത് കുറെ കൂടി സൗകര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി കുഞ്ഞുകൃഷ്ണ മാഷെ. ഇത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് 2 തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഒന്ന് ഒരു സൈദ്ധാന്തിക തലത്തിലുള്ള ഒരു ഇടപെടലാണ്, മറ്റൊന്ന് വളരെ എംപിരിക്കലായിട്ടുള്ള ഈ പ്രായോഗിക തലത്തിലുള്ള ഒരു ഇടപെടലാണ്. ഈ സൈദ്ധാന്തിക തലത്തിലുള്ള ഇടപെടലെന്ന് പറയുമ്പോൾ കേരള വികസനത്തെ പൊതുവെ ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ട രീതി ഉണ്ട്. ആ രീതിയിൽ ഒരു വിമർശനാത്മകമായിട്ടാണ് നമ്മൾ സമീപിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പരമ്പരാഗതമായി നമ്മൾ കേരള വികസനത്തെ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഈ സാമൂഹിക വികസനത്തിൻ്റെ ഭാഗമായി ഇവിടെ സാമ്പത്തിക വികസനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ഈ അമർത്യ സെന്നിൻ്റെ ഒരു വിചാരധാരയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെ നമ്മൾ വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത് ഈ ജഗദീഷ് ഭഗവതിയുടെ ഒരു സ്ട്രീം ഓഫ് തോട്ട് ഉണ്ട്. അതായത് ഈ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാധ്യമല്ല, അത് സസ്റ്റൈനബിൾ അല്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിനെയും നമ്മൾ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ചട്ടക്കൂട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ എങ്ങനെയാണ് കേരളത്തെ ഇടതുപക്ഷം ഈ പുതിയ രീതിയിൽ ഈ പൊളിറ്റിക്സിനെ തന്നെ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കേരള വികസനം എന്ന് പറയുന്നത് ഒരു മിറക്കിൾ സ്റ്റേറ്റിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നതും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ മൂമെൻറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേരള എക്കോണമി ഇന്ന് ഒരു മിറക്കിൾ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 2 തരത്തിലുള്ള ടേൺ അറൗണ്ടിന് വിധേയമായിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ഏർലി 80s നടക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ 2016-17 ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് 50-60 സമയത്ത് അഖിലാന്ത ശരാശരിയേക്കാളും എത്രയോ കുറവായിരുന്നു നമ്മുടെ പ്രതിശീർഷ വരുമാനം. പക്ഷേ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അഖിലേന്ത്യാ ശരാശരിയുടെ 50-60% അധികമാണ് നമ്മുടെ ഈ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ഇത് ഒരു എക്കണോമിക് മിറക്കിളാണ് എന്ന് സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന അവസരത്തിൽ ഒരു പുനർവിതരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക വികസന മാതൃക, റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ മോഡലായിട്ടാണ് കേരളത്തെ നമ്മൾ സാധാരണ കാണാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ കേരള മോഡലിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇക്കണോമിക്കലി നമ്മൾ പുറകിലാകുന്ന അവസരത്തിലും സാമൂഹികമായിട്ട് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1980s ഡോക്ടർ കണ്ണനും ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയൊക്കെ ഒരു ടേൺ അറൗണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് രണ്ടും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കും സോഷ്യൽ ഡെവലപ്മെൻറ്റിലും നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അമർത്യ സെന്നും മറ്റും അതിന് കേരളത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു മുന്നേറ്റം നടക്കാൻ ഇടയായിട്ടുള്ളത് നേരത്തെ നമ്മൾ നേടിയിട്ടുള്ള ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു മുന്നേറ്റം കൊണ്ടാണ്. താങ്കളുടെ പുസ്തകത്തിൽ അതിനെ ആ രീതിയിൽ അതിനോട് യോജിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം
താങ്കൾ പ്രധാനമായിട്ടും ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് 2005 ശേഷം അല്ലെങ്കിൽ 2010 ശേഷം ഒരു ന്യൂ ക്യാപിറ്റൽ, പ്രത്യേകിച്ചും പ്രൈവറ്റ് ക്യാപിറ്റലിൽ ഊന്നിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താങ്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ബൈ റൈറ്റിംഗ്സ് ആൻഡ് ആ രീതിയിലുള്ള ഒരു പ്രയോഗങ്ങൾ, ബട്ട് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്കില്ലിംഗ് എന്നാണ് പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പറയുന്നത് പോലുള്ളൊരു മിറാക്കിൾ സാധ്യമാണോ? അതല്ല, നേരത്തെ നമ്മൾ നേടിയിട്ടുള്ള സർക്കാരും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എല്ലാം നേടിയെടുത്തിട്ടുള്ള ഒരു സോഷ്യൽ മെലിയുണ്ട് കേരളത്തിൽ. അതിനകത്തേക്കല്ലേ ഇത് വന്നിട്ടുള്ളത്. പക്ഷേ താങ്കളുടെ ആർഗ്യുമെൻറ്റിനകത്ത് ആദ്യത്തെ ഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇല്ല, അതിന് പ്രാധാന്യം കിട്ടാതെ പോകുന്നില്ല. പക്ഷേ ആ ഡോമിനൻ്റ് നെറേറ്റീവിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അതായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അമർത്യ സെൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ നേരത്തെ സംഭവിക്കണമായിരുന്നു. സംഭവിക്കുന്നില്ല. കാരണം ഏതാണ്ട് 60 മുതൽ 15-17 വർഷം വരെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിനുശേഷമുള്ള 10 വർഷം എന്ന് പറയുന്നത് കേരള എക്കോണമിയിൽ സ്റ്റാഗ്നേഷനാണ്. പക്ഷേ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വളരെ വളരെ മുമ്പിലാണ്. അപ്പോൾ സാമൂഹിക വികസനം സാമ്പത്തിക വികസനത്തെ സ്വയമേവ ജനിപ്പിക്കും എന്നുള്ള അമർത്യ സെന്നിൻ്റെ വാദം അങ്ങേയറ്റം ശരിയല്ല എന്നാണ് നമ്മൾ ഇതിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത്. അതാണ് അതിലുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്. രണ്ടാമതൊരു പോയിൻ്റ് നമ്മൾ പറയുന്നത് ഈ ഭരണകൂടം തന്നെ ഇത് തിരിച്ചറിയാൻ വൈകി എന്നുള്ളതാണ്. ഒരു ഭരണകൂടം എന്ന രീതിയിൽ നിങ്ങൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സോഷ്യൽ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ സോഷ്യൽ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക് ഗ്രോത്ത് വേണം. എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ നിങ്ങൾക്ക് സോഷ്യൽ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ഒക്കില്ല. അത് തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞപ്പോൾ സ്വകാര്യ മേഖലക്കായാലും സ്വകാര്യ മൂലധനത്തിനായാലും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പാർട്ടി മുന്നോട്ട് വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷം പൊളിറ്റിക്സിനെ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്വകാര്യ മൂലധന നിക്ഷേപത്തിൻ്റെ സാധ്യത ഇടതുപക്ഷം കണ്ടെത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഈ വന്നിട്ടുണ്ടാകുന്ന, ഇപ്പോൾ താങ്കൾ പ്രധാനമായിട്ടും ഊന്നി പറയുന്ന ഗൾഫ് പണം അല്ലെങ്കിൽ അതുപോലെയൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ഈ വരുമാനം ഒരു പുതിയ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കേരളത്തിൽ മാറുന്നു. അപ്പോൾ താങ്കളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന പോലെ കേരളത്തിലേക്ക് മാത്രമല്ല ഇന്ത്യയിൽ ഗൾഫ് പണം വരുന്നത്, മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഗൾഫ് പണം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു തരത്തിലുണ്ടാകുന്ന മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രകടമായിട്ട് കാണാൻ കഴിയുന്നില്ല. കേരളത്തിൽ എന്തുകൊണ്ട് ഇത് ഈ രീതിയിൽ മറ്റുള്ള എല്ലാ കാര്യത്തെയും നമ്മൾ നേരത്തെ നടന്നിട്ടില്ല എന്നും ഈ ന്യൂ ക്യാപിറ്റലാണ് എല്ലാറ്റിൻ്റെയും കാരണമെന്നുമുള്ള അമർത്യ സെന്നിൻ്റെ നിലപാടിനെ പോലും താങ്കൾ നിരാകരിക്കുന്നതിൻ്റെ ഒരു വസ്തുതാപരമായിട്ടുള്ള അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ടേൺ അറൗണ്ട് കേരളത്തിൽ നടന്നു എന്നുള്ളത് പറയുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ ടേൺ അറൗണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ ഏർലി 80s നടക്കുന്നത്. ആ ടേൺ അറൗണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റെമിറ്റൻസ് തന്നെയാണ്. നമ്മൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, ഈ റെമിറ്റൻസ് ഇല്ലായിരുന്നുവെങ്കിൽ കേരള മോഡൽ വുഡ് ഹാവ് ബീൻ ഡെഡ് ലോങ് ബാക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. കേരള മോഡൽ നേരത്തെ മൃതമായി പോയേനെ ഈ റെമിറ്റൻസ് ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ നമ്മൾ പിന്നീട് പറയുന്നത് ഈ ടേൺ അറൗണ്ട്, പുതിയൊരു ടേൺ അറൗണ്ട് സാധ്യമാക്കിയത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ പുതിയ സമീപനമാണ്. ഫലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂ ലെഫ്റ്റ് അജണ്ടയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കേരള എക്കോണമി ഗ്ലോബൽ ഇൻറ്റഗ്രേഷനായിട്ട് എപ്പോഴൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, കൂടുതലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോഴൊക്കെ കേരള എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ എന്താ പറയുക, ആഗോള മൂലധനത്തിൻ്റെ ഒരു സാധ്യതകൾ അല്ലെ ആ വിപണിയുടെ സാധ്യതകൾ, അതിനൊക്കെ എതിര് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത് ഒരു സ്റ്റാഗ്നേഷനാണ് സംഭവിച്ചത്. അപ്പോൾ കേരള എക്കോണമി ഗ്ലോബൽ എക്കോണമിയായിട്ട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ല, ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ഈ ക്യാപിറ്റലിനെ വരാനാണോ ലെഫ്റ്റ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. കാരണം ഒരു തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളും ഇല്ലാതെ, അതായത് താങ്കൾ തന്നെ പറയും, താങ്കളുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കേരളം നീങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും എൻവയോൺമെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് മാറും. ഇന്നിക്വാളിറ്റി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറുന്നു.
അപ്പം നമ്മൾ ഈ ന്യൂ ക്യാപിറ്റലിൻ്റെ ഈ അകല ലോക അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാപിറ്റലിൻ്റെ കൊണ്ട് കേരളം ടേൺ അറൗണ്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഇന്നിക്വാളിറ്റിയെയും എൻവയോൺമെൻറ്റിന് മുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെയും നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വൾണറബിലിറ്റി ഈ രണ്ട് മേഖലയിൽ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പം നമുക്ക് ഇതിനെ കൂടുതൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കേരളത്തിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ട് മാറും? അത് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ അഖില അന്താരാഷ്ട്ര തലത്തിലുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഫൈനാൻസ് ക്യാപിറ്റൽ കേരളത്തിലേക്ക് കടന്നു വരുന്നു, അതിൻ്റെ ഭാഗമായി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് കേരളം തീർത്തും വ്യത്യസ്തമായ ഒരു ഡെവലപ്മെൻറ്റ് ട്രാജക്ടറിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതെന്താണ്? അത് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന MSMEs, ഈ MSMEസിനെ ഫൈനാൻസ് ചെയ്യുന്നത് ബേസിക്കലി ഡൊമസ്റ്റിക് ക്യാപിറ്റൽ, ആഭ്യന്തര തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മൂലധനമാണ്. പ്രധാനമായിട്ടും നോൺ കോർപ്പറേറ്റ് ഫേംസ് ആണ്, നോൺ കോർപ്പറേറ്റ് ഫാമിലി ഫേംസ് ആണ്. നോൺ കോർപ്പറേറ്റ് ഫാമിലി ഫേംസ് അതാണ് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ വൻകിട കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ഇടപെടലല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ട്രാജക്ടറി ഡിഫറൻ്റാണ്. ആ ട്രാജക്ടറി ഡിഫറൻ്റ് ആവുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് അതിന് ഒരു വിപണി കണ്ടെത്തേണ്ടതുണ്ട്. അല്ല, അത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയിൽ വരുന്നു എന്നാണോ താങ്കൾ? അതെ. പക്ഷേ നമ്മൾ പ്ലാനിംഗ് ബോർഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള കണക്കുകൾ ഇക്കണോമിക് റിവ്യൂ അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ആയാലും ഇൻഡസ്ട്രി അടങ്ങുന്ന സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ആയാലും ഓൾമോസ്റ്റ് സ്റ്റാഗ്നൻ്റ് ആണ്. വലിയൊരു കുതിപ്പ് ചാട്ടമൊന്നും ഈ സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാകുന്നില്ല. കുതിച്ചു ചാട്ടം പിന്നെ ഉണ്ടാകുന്നത് ടെർഷ്യറി സെക്ടറിലേക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 30% നിയന്ത്രിക്കുന്നത് പലതരത്തിലുണ്ടാകുന്ന നിർമ്മാണ മേഖലകളും പണമിടപാട് സംവിധാനങ്ങളും ഒക്കെയാണ് കേരളത്തിൽ അതിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ആ തരത്തിലുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ഈ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ പോകുന്നുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും? അല്ല, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പീരീഡിൽ കേരളം ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഫേസിലൂടെയാണ് പോയത്. ഇൻഡസ്ട്രിയലൈസേഷന് വിരുദ്ധമായ ഒരു സമീപനത്തിലൂടെയാണ് കേരളം കുറേ വർഷം കടന്നുപോയത്. പിന്നീട് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം സ്വയം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇതല്ല കേരളത്തിൻ്റെ വഴി എന്ന്. ആ ഒരു വഴി പിന്നെ ഏതാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ആ വഴി തിരിച്ചറിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ശരിയാണ്, കുറേ ആളുകൾ പുറത്തേക്ക് പോകുന്നു, അവർ ഇവിടെ തിരിച്ചു വന്ന് നിക്ഷേപം നടത്തുന്നു. ആ നിക്ഷേപം ഒരു പരിധിവരെ ഇൻഡസ്ട്രീസിലാണ് പോകുന്നത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലേക്ക് വളരെ പരിമിതമാണ്. കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു ദി സ്റ്റേറ്റിന്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വൻതോതിലുള്ള വർധനവൊന്നും ഉണ്ടാകുന്നില്ല. അതേ അവസരത്തിൽ ടെർഷ്യറി സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മുന്നേറ്റം വലിയൊരു പരിധി വരെ നിർമ്മാണവും അതേപോലെ തന്നെ ടൂറിസം അങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ല TP, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് നിങ്ങളൊരു ലെഫ്റ്റ് ഗവൺമെൻറ് എന്ന രീതിയിൽ നിങ്ങൾ ജനങ്ങൾക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഈ വാഗ്ദാനങ്ങൾ കമ്മിറ്റ് ചെയ്യാതെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ ആ വാഗ്ദാനങ്ങൾ കമ്മിറ്റ് ചെയ്ത വാഗ്ദാനങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പണം വേണം. പക്ഷെ പണം ഇല്ലല്ലോ, എക്കണോമിക് ഗ്രോത്ത് ഇല്ലല്ലോ. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ മൂലധന നിക്ഷേപം വേണം. പക്ഷേ മൂലധന നിക്ഷേപത്തിന് നിങ്ങൾക്ക് പണമില്ലല്ലോ. അപ്പോൾ കേരള ഗവൺമെൻറ് റീഇൻവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് പൊളിറ്റിക്സിനെ. എന്താണ്? സ്വകാര്യ നിക്ഷേപത്തിനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പശ്ചാത്തല വികസനമാണ്. ആ പശ്ചാത്തല വികസനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കമ്മിറ്റഡ് സോഷ്യൽ വെൽഫെയറിന് വേണ്ടി സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നു, സർക്കാരിന് പിന്മാറാൻ പറ്റുന്നു. ബാക്കിയുള്ള ഒരു ഇൻ്റർവെൻഷനിൽ നിന്ന് സർക്കാരിന് പിന്മാറി സോഷ്യൽ വെൽഫെയറിന് കൂടുതൽ ഊന്നൽ നൽകാൻ കഴിയും. ഒരു ഡബിൾസ് അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ ആ കൂട്ടത്തിൽ? എങ്ങനെ? ആ രീതിയിൽ വരുന്ന അവസരത്തിൽ ഈ പ്രൊഡക്റ്റീവ് സെക്ടറിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് നമ്മളുടെ ഊന്നൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന മറ്റ് പല പ്രത്യാഘാതങ്ങളെയും നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ സാധിക്കുക നമുക്ക്? അല്ല, നമ്മളിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് സത്യത്തിലൊരു നിയോ ലിബറൽ അജണ്ടയല്ലേ? അല്ല, താങ്കളുടെ ആർഗ്യുമെൻറ്റ് ഞങ്ങൾ ഒരിക്കലും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ ഫോംസ്. അതാണ് ഞാൻ പറഞ്ഞത്, നോൺ കോർപ്പറേറ്റ് ഫാമിലി ഫേംസ് എടുത്തു പോയിക്കോളൂ. കേരളത്തിൽ മുഴുവൻ എടുത്തു പോയിക്കോളൂ. എല്ലാ തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷനും നിങ്ങൾ എടുത്തു പോയിക്കോളൂ. ഇതൊക്കെ തന്നെ എക്സിസ്റ്റിംഗ്
നോൺ കോർപ്പറേറ്റ് ഫാമിലി ഫേംസിൻ്റെ കയ്യിലാണുള്ളത്. ഇവിടെ എവിടെയാണ് വലിയ ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലുള്ളത്? എവിടെയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ട് ഈ നമ്മളെ ഇൻഡസ്ട്രിയൽ പെർഫോമൻസിലേക്ക് അതിനെ കാണാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ? അതാണ് എൻ്റെ ചോദ്യം. എങ്ങനെ ഇൻഡസ്ട്രിയൽ പെർഫോമൻസിനകത്തേക്ക് അത് കാണുന്നില്ലല്ലോ നമ്മൾ? ഇല്ല, കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഈ വൻകിട വ്യവസായശാലകളെ കാണരുത്. കേരളത്തിൻ്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതല്ല. അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. കേരളത്തിൻ്റെ ആ തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് സർപ്ലസ് വേണം. ഏറ്റവും കൂടുതൽ ലാൻഡ് സർപ്ലസ് ഉള്ള സ്ഥലത്താണ് അത്തരം ഇൻഡസ്ട്രീസ് വന്നിട്ടുള്ളത്. ഏത് സംസ്ഥാനം വേണം എടുത്തു നോക്കിക്കോളൂ, തമിഴ്നാട് എടുത്തു നോക്കിക്കോളൂ. യു ഹാവ് ലാൻഡ് സർപ്ലസ്. പക്ഷേ ഇവിടെ അതില്ല. ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു പീസ് 60കളിലൊക്കെ 3 ഏക്കറിലധികമായിരുന്നു ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ കർഷകൻ്റെ കയ്യിലുള്ള ഭൂമി. പക്ഷേ കേരളത്തിൽ 0.6 ആണ്. അപ്പോൾ അത്രമാത്രം തുണ്ട് ഭൂമിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് വൻകിട വ്യവസായത്തിനുള്ള സാധ്യതകൾ ആർത്ഥത്തിലില്ല. അപ്പോൾ നമ്മൾ ഒട്ടേറെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. അതായത് 90കളിലാണ് നമ്മൾ അറിയാലോ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, ഈ മേഖലകളിലൊക്കെ തന്നെ സ്വകാര്യ മൂലധന നിക്ഷേപം കടന്നു വരികയാണ് ചെയ്യുന്നത്. ആ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിനൊരു റിലീഫാണ്. ഇനി ഈ മേഖലകളിൽ കുറച്ച് അതുവരെ അത്ര നിക്ഷേപിച്ചിട്ടില്ലെങ്കിലും പ്രൈവറ്റ് ക്യാപിറ്റൽ വന്ന് ആ ഗ്യാപ്പ് നികത്തിക്കൊള്ളും. സോ സർക്കാരിന് കൂടുതൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലേക്ക് നീങ്ങാൻ പറ്റും. സർക്കാരിന് കൂടുതൽ സോഷ്യൽ വെൽഫെയറിലേക്ക് നീങ്ങാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഈ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? കാരണം എക്കോണമിയിൽ ആവശ്യമുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ഫില്ല് ചെയ്ത് തുടങ്ങി. അവിടെ ഇപ്പോൾ വരുന്ന ചെറിയൊരു പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ, ആരോഗ്യത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ഗവൺമെൻറ് റിലീഫ് വാങ്ങുകയും ഈ പുതിയ രൂപത്തിലുണ്ടാകുന്ന ക്യാപിറ്റൽ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്നതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യം വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റമല്ല. ക്വാണ്ടിറ്റേറ്റീവ് വി ഓൾറെഡി അറ്റൈൻഡ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഹാസ് ടു ഇംപ്രൂവ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതിൽ 2 അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. ആരോഗ്യരംഗത്തെ ചികിത്സാ രംഗത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഈ സ്വകാര്യ മൂലധനത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഈ 5 നക്ഷത്ര ഹോട്ടലുകളുടെയും ആസ്പത്രികളുടെയും അതേപോലെ തന്നെ ഇന്നത്തെ സ്വാശ്രയ കോളേജുകളുടെയും ഒരു രംഗമായിട്ട് മാറുക. അവിടെ ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ? ഞങ്ങൾ ഒരിക്കലും തന്നെ അതിന് പകരം ഇത് എന്നല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് മാറ്റാൻ കഴിയുന്നുവെന്നേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മളത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എവിടെയാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്? കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ശക്തിപ്പെടുത്താൻ നമ്മൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് കണ്ടീഷൻ സംജാതമാകുന്നു എന്നുള്ളതാണ് വിഷയം. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇതൊരു എക്കണോമിക് മിറക്കിളാണ്. എന്തുകൊണ്ടാണ് എക്കണോമിക് മിറക്കിൾ എന്ന് പറയുന്നത്? യു ടേക്ക് ദി കേസ് ഓഫ് സൗത്ത് കൊറിയ ഫോർ ഇൻസ്റ്റൻസ്. സൗത്ത് കൊറിയയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു മിറക്കിൾ ഓൺ ദ ഹാൻ റിവർ എന്ന് പറയും. ഹാൻ റിവറിൽ ആ പരിസരത്തുണ്ട് ലോകം പരാജയപ്പെട്ടതായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണെന്ന് കൂടി നമ്മൾ കാണാം. അല്ല, ആ മോഡൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ബാങ്ക്രപ്സി ആവുന്നത്. ആ മോഡല് സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയാതെ വന്നപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ കടമെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇനി ഭാവിയിൽ എത്ര കടമെടുക്കേണ്ടി വരില്ല, കാരണം നമ്മൾ ഈ പ്രൈവറ്റ് ക്യാപിറ്റലിൻ്റെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് എക്കോണമിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതാണല്ലോ കാണുന്നത്. ഒട്ടേറെ സയൻസ് പാർക്കുകൾ, ഒട്ടേറെ ഇൻഫോ പാർക്കുകൾ, ടെക്നോ പാർക്കിൻ്റെ അടുത്ത സ്റ്റേജ്, അങ്ങനെ എല്ലാ രീതിയിലും കേരളത്തിലെ ഈ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ എക്കണോമിക് മിറക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ മിറക്കിളിൻ്റെ ഒരു 2ാം ടേൺ അറൗണ്ടാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 80കളുടെ അവസാനത്തിൽ താങ്കൾക്ക് പരിചയമുള്ള 2 എക്കോണമിസ്റ്റുകൾ പറയുന്നത് എന്താണ് പറയുന്നത്? ലോകത്തിലെ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ 9ാമത്തേതാണ് കേരളം എന്നാണ് 90ൽ എഴുതിയ ആർട്ടിക്കിളിൽ പറയുന്നത്. ആര്? റിച്ചാർഡ് ഫ്രാങ്കിയും ബാർബറ കേസിനും. അതായത് ലോകത്തെ രാജ്യങ്ങൾ എടുത്താൽ 9th പൂറസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ് കേരളത്തെ വിശേഷിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അവർ തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ ഹെൽത്തും എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ്
ഇൻ ദ വേൾഡ് എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എക്കണോമിക് മിറക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവിടെയാണ് ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് സ്വയം റീഇൻവെൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. ലെഫ്റ്റ് പൊളിറ്റിക്സ് റീഇൻവെൻറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലെഫ്റ്റ് തന്നെ കേരളത്തിൽ റിഡൻഡൻ്റ് ആയനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നിങ്ങളുടെ ഒരു പുതിയ ആർഗ്യുമെൻ്റാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശരി, ആ ആർഗ്യുമെൻറ്റ് നമുക്ക് കേരളത്തിൽ വേറെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ പ്രശ്നം വരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്, കേരളത്തിന് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് എന്തൊക്കെ കേരളം നേടിയോ, അത് വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും എവിടെയായാലും, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസം നമുക്കുണ്ടായിരുന്നു. നമുക്ക് ധാരാളം സ്കൂളുകളുണ്ട്, ധാരാളം ആസ്പത്രികളുണ്ട്, ധാരാളം പൊതുവിതരണ സംവിധാനത്തിനുള്ള റേഷൻ കടകളുണ്ട്, ഈ പഞ്ചായത്ത് രാജ് സംവിധാനമുണ്ട്. ഇതിലൂടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇല്ലെങ്കിലും സമത്വമായിട്ട് ഒരുവിധം കാര്യങ്ങൾ പോയിരുന്നു. താങ്കൾ ഈ പറയുന്ന പുതിയ രീതിയിലുള്ള ക്യാപിറ്റൽ വരുമ്പം ഒരു ഭാഗത്ത് കേരളത്തിൽ എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇക്കണോമിക് ഇൻഇക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് നമ്മുടെ സമയമായി. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കും, ഞാൻ ഒരു നാട്ടുപുറത്ത് വരുന്ന ഒരാളാണ്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, താങ്കൾ കേരളത്തിൻ്റെ ഒരു നയരൂപീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം, പണി വളരെ കുറവാണ്. ഒരു തരത്തിലുള്ള ജോലിയും ആൾക്കാർക്ക് ആ രീതിയിലില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരുവിധം കാര്യങ്ങൾ മുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശമ്പളവും അത്യസ്വല്പ പെൻഷനും തൊഴിലുറപ്പും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. ഇത് ഒരു റീഡിസ്ട്രിബ്യൂട്ടീവ് സംവിധാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ, അതായത് ആൾക്കാർക്ക് പല രീതിയിൽ, ഒന്നുകിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് രീതിയിൽ അവർക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കണം, മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ കൊടുക്കാൻ കഴിയണം, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയൊരു പൈസ ചിലവാക്കാതിരിക്കാൻ കഴിയണം. ഈ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെ നമുക്ക് ഈ മിറാക്കളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? അല്ല, ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങൾ പറയുന്നത് കേരള ഈസ് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ദ വേ വി തിങ്ക്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ദ വേ വി തിങ്ക്. നമ്മുടെ തിങ്കിങ്ങിനെ ഈ എക്സിസ്റ്റിംഗ് ഡോമിനൻ്റ് നെറേറ്റീവ്സ് അങ്ങേയറ്റം സ്വാധീനിച്ചിരിക്കുകയാണ്. അതിനെ നിങ്ങൾ മറികടക്കണം. അതിനെ മറികടക്കാതെ ഈ പുസ്തകം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ടി പി പറഞ്ഞു വരുന്നതും അതേ സ്ട്രീം ഓഫ് തോട്ടാണ്. റീഡിസ്ട്രിബ്യൂട്ടീവ് സ്റ്റേറ്റ്. എവിടുന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ നിങ്ങൾ എന്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് അപ്പോൾ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ കടത്തിലേക്ക് പോകാൻ കമ്പൽ ചെയ്യപ്പെട്ടത്. നിങ്ങൾ കടം വാങ്ങാൻ കമ്പൽ ചെയ്യപ്പെട്ടതിൻ്റെ റീസൺ ഒരു ലെഫ്റ്റ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. അത് ഒരു ഈഗാലിറ്റേറിയൻ കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്യാതെ എക്കണോമിക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുന്ന സോഴ്സസ് ലെഫ്റ്റ് ഗവൺമെൻറ് കണ്ടെത്തി എന്നുള്ളതാണ് ഈ സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ പ്രത്യേകത. സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ പ്രത്യേകത അതാണ്, പുതിയ ഗ്രോത്ത് സോഴ്സസ് കണ്ടെത്താനായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ താങ്കൾ വരുന്നൊരു വിഷയമുണ്ട്, ഈ പ്രകൃതിപരമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ക്രൈസിസ്. അതൊരു വിഷയമാണ്. ഒരു എൻവയോൺമെൻറ്റൽ ക്രൈസിസ് നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം അത് നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 15,000 കോടിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്രത്തിൻ്റെ ഒരു കോർപ്പറേറ്റ് ബയസാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. കോർപ്പറേറ്റ് ടാക്സ് കുറഞ്ഞത് ഒറ്റ കാരണം കൊണ്ട് 2.25 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് കുറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, കേന്ദ്ര സർക്കാരിനല്ലേ കുറഞ്ഞതെന്ന്? അല്ല, അത് ഡിവിസിബിൾ പൂളിൽ വരേണ്ട പണമാണ്. അതായത് കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 20 കുറച്ചപ്പോൾ 22 കുറച്ചപ്പോൾ 2.25 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറഞ്ഞു. പക്ഷേ ആ കുറഞ്ഞ പണം സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുകയാണ് ചെയ്യുന്നത്, സെസ് ആൻഡ് സർചാർജ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ആ കൂടുതൽ വിഭവങ്ങൾ പോലും കേന്ദ്രം കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വേറൊരു ചാലഞ്ച്. മൂന്നാമത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏജിങ് സൊസൈറ്റി എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആ അർത്ഥത്തിൽ ഏജിങ് ആണ്. പക്ഷേ നമ്മുടെ ഏജിങ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്ററായിരുന്നു. അതുകൊണ്ട് അതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്ന ഈ 3 വിഷയങ്ങളും നമ്മളൊരു ചാലഞ്ചസ് ആയിട്ടാണ് ഏറ്റെടുക്കുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ലെഫ്റ്റ് ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് എക്കണോമിക് മിറക്കിൾ സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ നേടിയെടുത്ത, താങ്കൾ പറഞ്ഞ ഇതുവരെ നേടിയെടുത്ത സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാര്യങ്ങളെല്ലാം യോജിക്കുന്ന ഒരു കക്ഷി തന്നെയാണ് ഞാനും. നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വിലയുള്ള ഒരു ബുക്കാണ്. പക്ഷേ എങ്ങനെയായെങ്കിലും ഈ പുസ്തകം ലൈബ്രറിയിൽ നിന്നോ മറ്റോ എടുത്ത് വിപുലമായ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് എല്ലാവരും തയ്യാറാകണം, വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന 1-2 ചോദ്യങ്ങൾ
ഡോക്ടർ രവിരാമൻ അതിനോട് പ്രതികരിക്കും. ഒട്ടും ക്ലിയർ അല്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ ശരിക്കും? താങ്കൾ പറയുന്ന വേർഡ്സ്. പേര് ബാലേന്ദ്രൻ. ഈ സാർ പറഞ്ഞ കേരളത്തിൻ്റെ ഈ എക്കണോമിക് മിറാക്കിൾ അല്ലെങ്കിൽ സെക്കൻഡ് ടേൺ അറൗണ്ട്, ഇതിൽ നമ്മുടെ ജനകീയാസൂത്രണം അതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനം ഇതിനെന്തെങ്കിലും പങ്കുണ്ടോ? അത് നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ ഈ കാലഘട്ടം വരുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രാദേശിക തലത്തിലുള്ള വികസനം കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് TP കുഞ്ഞുങ്ങളോട് ഒരു ചെറിയൊരു വിയോജിപ്പ് കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ ഡോമിനൻ്റ് നെറേറ്റീവിനകത്താണ് കിടക്കുന്നത്. എന്തോ ഇന്നിക്വാളിറ്റി കൂടി. സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്നറിയില്ല, ഗ്രാമവും നഗരവും തമ്മിലുള്ള ഇന്നിക്വാളിറ്റി കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. അതിന് ഞങ്ങളുടെ എവിഡൻസ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രാദേശിക വികസനം നടന്നു എന്നാണ് അതിനർത്ഥം. കാരണം റൂറൽ എക്കോണമി അങ്ങേയറ്റ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വികേന്ദ്രിക ആസൂത്രണത്തിന്, താങ്കൾ പറഞ്ഞ ഈ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെൻറ്റിന് വലിയൊരു പ്രസക്തി, അതൊരു മോഡലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ സെക്കൻഡ് ടേൺ അറൗണ്ടിന് ഒരു വലിയൊരു സോഴ്സായിട്ട് മാറുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് ഡെവലപ്മെൻറ്റ് കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. സർ, ഈ കേരള വികസനവുമായി ബന്ധപ്പെടുത്തി രവിരാമൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലെഫ്റ്റ് പൊളിറ്റിക്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. 1956 കേരള രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെ ഏതാണ്ട് പകുതിയോളം കാലഘട്ടം മാത്രമായിരിക്കും ലെഫ്റ്റ് കേരളം ഭരിച്ചിട്ടുണ്ടാവുക. അതേസമയം പകുതി കാലഘട്ടം റൈറ്റുമാണ് ഭരിച്ചിട്ടുണ്ടാവുക. അതേക്കുറിച്ച് സാർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് ടേൺ അറൗണ്ട് എന്ന്. ഒരു 1980s ഫസ്റ്റ് ടേൺ അറൗണ്ട് നടക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്ന്, നേരത്തെ TP ഒക്കെ പറഞ്ഞതുപോലെ റെമിറ്റൻസിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ. ആ റെമിറ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സെക്ടറിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ജിയോഗ്രാഫിക്കലായിട്ട് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണല്ലോ ഈ നമ്മൾ കാണുന്ന ടീ, കോഫി, റബ്ബർ, പെപ്പർ, സിനമൻ. ഇതൊക്കെ നമ്മൾ ജിയോഗ്രാഫിയുടെ ഈ സെമി ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൻ്റെ കൂടെ കാരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വൈവിധ്യം ഉണ്ടായിട്ടുള്ളത്, ഇത്തരം ക്രോപ്പുകളുടെ വൈവിധ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 80കളിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ടേൺ അറൗണ്ടിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരേ സമയം ഇടതിനും വലതിനുമാണ്, ഇടതുപക്ഷ സർക്കാരിനും വലതുപക്ഷ സർക്കാരിനുമാണ്. പക്ഷേ ഈ സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ സർക്കാരിന് മാത്രം കൊടുക്കുന്നതാവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ജാവേദ്, നമ്മൾ ഈ 1980s 90s എടുത്ത റീഫോം കൊണ്ടാണ് ഇന്ന് ലൈക്ക് വി ആർ ബെറ്റർ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. സാറിന് എന്താ തോന്നുന്നത്, ലൈക്ക് അറ്റ് പ്രസൻറ്റ് ഏത് ടൈപ്പ് ഓഫ് റീഫോം ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്, സോ ദാറ്റ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ അറൗണ്ട് ഒരു 20-50 വർഷത്തിനുള്ളിൽ വി ക്യാൻ ബെറ്റർ ഓർ എക്സൽ ഇൻ എനി കൈൻഡ് ഓഫ് ഫീൽഡ്? നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്, മൂലധന നിക്ഷേപം കുറഞ്ഞ സമയത്താണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായത് എന്നുള്ളതാണ്. ആ മൂലധന നിക്ഷേപത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സ്വകാര്യ മൂലധന നിക്ഷേപമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇടപെടലുകൾ നടത്തണം. ഉദാഹരണത്തിന് നമ്മൾ അറിയുമെന്നറിയില്ല, NRE ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2.25 ലക്ഷം കോടി രൂപയാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, മലയാളിയുടെ NRE ഡെപ്പോസിറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 2.25 ലക്ഷം കോടി രൂപയാണ്. അതിനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെ അൺലോക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ പുതിയ വ്യവസായങ്ങളായാലും പുതിയ ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഒക്കെ വരികയുള്ളൂ. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ യൂത്താണ് നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ യൂത്താണ്. പക്ഷേ അവർക്ക് നേരത്തെ TP പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഫോർ കേരള ബൈ കേരള. ആ തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ രക്ഷപ്പെടുത്തില്ല, കേരളത്തെ രക്ഷപ്പെടുത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? കേരളത്തിലെ യൂത്ത് എന്ന് പറയുന്നത് ദേ ആർ വെയിറ്റിംഗ് ഫോർ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലിങ് നമ്മളെ കേരള യൂത്തിന് കൊടുക്കാൻ പറ്റണം. അപ്പോൾ മാത്രമേ ആ രീതിയിൽ കേരള യൂത്തിന് ഒരു ഗ്ലോബൽ സ്കേപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വിഭവങ്ങളെ പ്രതികൂലമായ രീതിയിലാണ് കേന്ദ്രം എല്ലാ കാലത്തും കാണുന്നത്. അപ്പോൾ അത് നമുക്കൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെതിരെ ചാലഞ്ചസ് ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം. ശരി, എല്ലാവർക്കും രവിരാമന് പ്രത്യേകം നന്ദി.
ചോദ്യം ചോദിച്ചവർക്കും പങ്കെടുത്തവർക്കും എല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.